കേന്ദ്രം 57,400 കോടി രൂപ തരാനുണ്ടെന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ഡൽഹിയിൽ മോദി സർക്കാരിനെതിരെ സമരം ചെയ്യാനെത്തിയ പിണറായിയെയും കൂട്ടരെയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പൊളിച്ചടുക്കി. അക്കമിട്ട് നിരത്തിയ കണക്കുകൾ കേട്ട് ഡൽഹിയിലെ കൊടും തണുപ്പിലും സംസ്ഥാന ധനമന്ത്രി ബാലഗോപാൽ ഒന്ന് വിയർത്തു. ജന്തർ മന്ദിറിൽ പിണറായിയും അനുചരന്മാരും സമരം നടത്തുമ്പോഴാണ് രാജ്യസഭയിൽ നിർമ്മല സീതാരാമൻ കണക്കിലെ കള്ളം അക്കമിട്ട് നിരത്തിയത്. CPMന്റെ കൂടെ പിന്തുണയോടെ കോൺഗ്രസ് നയിച്ച UPA സർക്കാരിന്റെ കാലത്തേക്കാൾ 224% അധികം നികുതി വിഹിതം കേരളത്തിന് മോദി സർക്കാർ നൽകിയെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ഇത്രയും പണം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കേരള സർക്കാരിന് പറയാമെന്നും നിർമ്മല സീതാരാമൻ വെല്ലുവിളിച്ചു. UPA ഭരണകാലത്ത് നൽകിയ തുകയുമായി താരതമ്യപ്പെടുത്തിയായിരുന്നു വിശദീകരണം. 2014-2024 NDA സർക്കാരിന്റെ കാലത്ത് 1,50,140 കോടി രൂപ നികുതി വിഹിതമായി കേരളത്തിന് നൽകിയെന്നാണ് നിർമ്മല സീതാരാമൻ വിശദീകരിച്ചത്. 46,303 കോടി രൂപയാണ് UPA ഭരണകാലത്ത്, അതായത് 2004-2014 കാലഘട്ടത്തിൽ നികുതി വിഹിതമെന്നും വ്യക്തമാക്കി. ഉച്ചയ്ക്ക് ഡൽഹിയിലെ സമരം അവസാനിപ്പിച്ച് പിണറായി വിജയനും കൂട്ടരും പൊടിതട്ടിപ്പോയി എങ്കിലും കേന്ദ്ര ധനമന്ത്രിയുടെ പ്രതികരണത്തിന് മറുപടി നൽകിയില്ല. NDA സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 1,43,117 കോടി രൂപയാണ് ഗ്രാന്റായി കേരളത്തിന് നൽകിയത്. UPA സർക്കാരിന്റെ കാലത്ത് 25,629 കോടി മാത്രമായിരുന്നു ഇത്. നിലവിൽ 458% വർദ്ധിച്ചത്. മൂലധന ചെലവിനുള്ള പ്രത്യേക ധനസഹായമായി 2020-2021 82 കോടി, 21-22 231 കോടി, 2022-23 1,903 കോടിയും അധിക കടമെടുപ്പായി 18,087 കോടി രൂപയും NDA സർക്കാർ അനുവദിച്ചതായും രേഖകൾ സഹിതം കേന്ദ്രം വ്യക്തമാക്കി. ഇതോടെ പിണറായിയുടെ ഡൽഹി നാടകം എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറായി മാറി. ബാലഗോപാലും പിണറായിയും പറയുന്ന 57,400 കോടി രൂപയുടെ കണക്ക് മുൻ ധനമന്ത്രി തോമസ് ഐസക് പറയുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇതേക്കുറിച്ച് മിണ്ടുന്നേയില്ല. GST നടപ്പിലാക്കിയ കാലത്ത് ഇതോടെ കേരളം രക്ഷപ്പെടുമെന്നാണ് ഐസക് പാടിപ്പുകഴ്ത്തിയിരുന്നത്. GST നടപ്പിലാക്കിയ ശേഷം ആദ്യത്തെ 5 കൊല്ലം കേരളം കാര്യക്ഷമമായി പിരിക്കേണ്ടെന്നും പിരിച്ചാലും 14% കിട്ടില്ല എന്നും 5 കൊല്ലം കേന്ദ്രം നഷ്ടപരിഹാരം തരുമെന്നും വാദിച്ചു. കോമ്പൻസേഷൻ നിർത്തലാക്കിയപ്പോൾ GST 16% വർദ്ധിച്ചിരുന്നു. കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെട്ടിരുന്നുവെങ്കിൽ അതിലും കൂടുതൽ ലഭിക്കുമായിരുന്നു. ഐസക്കും പിണറായിയും അടക്കം വരുത്തിവെച്ച ധനകാര്യ അച്ചടക്കമില്ലായ്മയാണ് കേരളത്തെ ഇത്രയും പ്രതിസന്ധിയിലാക്കിയത് എന്ന് 2016 മുതൽ ഇങ്ങോട്ടുള്ള നടപടികൾ പരിശോധിച്ചാൽ വ്യക്തമാകും. കേന്ദ്രം കഴുത്തിന് പിടിച്ചു ഞെരുക്കുന്നു, 57,400 കോടി തരുന്നില്ല എന്നാണല്ലോ പിണറായിയുടെ പ്രധാന വാദം. എന്നാൽ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇക്കാര്യം പറയാത്തതെന്താണ്? പറഞ്ഞാൽ കോടതി കള്ളം പൊളിച്ചെടുക്കുമെന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ളവയ്ക്ക് കേന്ദ്രം തരാനുള്ള 26,000 കോടി ഇല്ലാതെ മുന്നോട്ടു പോകാനാകില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, കടമെടുപ്പ് പരിധി കേന്ദ്രം നിയന്ത്രിച്ചതോടെ 2016 മുതൽ 2023 വരെ 1,07,000 കോടി രൂപ സംസ്ഥാനത്തിന് അധികം കടമെടുക്കാനായില്ല എന്നും ചൂണ്ടിക്കാട്ടി. അതായിരുന്നു പരാതി. വിഷയം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. കടമെടുത്ത് കേരളീയം പോലുള്ള ധൂർത്തുമാമാങ്കം നടത്താൻ പറ്റുന്നില്ല. ബജറ്റിന് പുറത്തു നിന്ന് കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവയിലൂടെ എടുക്കുന്ന വായ്പകൾക്ക് കേന്ദ്ര നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. അതുകൂടി അറിയുമ്പോഴേ കേന്ദ്രമാണോ കേരളമാണോ യഥാർത്ഥ വില്ലൻ എന്ന് മനസ്സിലാവുകയുള്ളൂ. കൊച്ചി മെട്രോ പദ്ധതി നടപ്പാക്കാനായി എടുത്ത വായ്പ 2014 മുതൽ KMRLO സംസ്ഥാന സർക്കാരോ അടയ്ക്കുന്നില്ല. കേന്ദ്രം അത് അടയ്ക്കേണ്ടി വന്നു. KMRLO കേരള സർക്കാരോ അടയ്ക്കാതിരുന്നാൽ പ്രശ്നമില്ല. പക്ഷെ കേന്ദ്രത്തിന് അടയ്ക്കാതിരിക്കാനാവില്ല. അതാണ് രാജ്യത്തെ നിയമം. ഇങ്ങനെ പിണറായിയും കൂട്ടരും കിഫ്ബി അടക്കമുള്ള വായ്പകൾ അടയ്ക്കാതിരുന്നാൽ കേന്ദ്രത്തിന് വലിയ ബാധ്യതയാകും. അതുകൊണ്ട് അവർ നിയന്ത്രണം ഏർപ്പെടുത്തി. അതോടെ ഗത്യന്തരമില്ലാതായ പിണറായി വിജയനും കൂട്ടരും കേന്ദ്രം കഴുത്തിന് പിടിക്കുന്നെന്ന് കള്ളം പ്രചരിപ്പിക്കുന്നു. സ്വന്തം കള്ളം മറച്ചുവെക്കാൻ മറ്റുള്ളവരെ കള്ളനായി ചിത്രീകരിക്കുന്ന നീചതന്ത്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകം. ഇതൊക്കെ സാധാരണക്കാർ താമസിയാതെ മനസ്സിലാക്കുക തന്നെ ചെയ്യും.